എവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പബ്ലിക് മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 42 ലീനിയർ പ്രോഗ്രാമിംഗിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം, അതുപോലെ ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ഈ ലാബ് സിലബസിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷമാണ് പബ്ലിക് എക്സാമിനേഷന് ആദ്യമായി ഈ ലാബിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അതേ ടൈപ്പ് അല്ലെങ്കിൽ അതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ വർഷവും ചോദിക്കാൻ സാധ്യത. തീർച്ചയായും ഈ 2024 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ലാബിലെ ഡീറ്റെയിൽഡ് ക്ലാസ്സും നിങ്ങൾ കാണുന്നത് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാൻ സഹായകരമാകും. തീർച്ചയായിട്ടും ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ പ്രാക്ടിക്കൽ ലാബിന്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ലാബ് ചെയ്ത് പഠിക്കുക. ഓക്കെ, 2024 ഈ ലാബിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 22 ആയിട്ടാണ് കഴിഞ്ഞ വർഷം ഈ ലാബിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത്. ലാബ് 42 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസിങ് ജിയോജിബ്ര. ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ ജിയോജിബ്ര യൂസ് ചെയ്ത് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുക. 2 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും ഒന്ന് ടിക്കറ്റ് ഉണ്ടായിരിക്കും, അത് ആൻസർ ചെയ്യുക. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. എന്താണ് ഫംഗ്ഷൻ? മാക്സിമൈസ് z ഈക്വൽ ടു 2x മൈനസ് y. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഈ ഫംഗ്ഷനാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം. സബ്ജക്ട് ടു ദ ഫോളോയിങ് കൺസ്ട്രെയിൻസ്: 2x plus y greater than or equal to 6, x plus 2y greater than or equal to 6, x plus y less than or equal to 5, x, y greater than or equal to 0. അപ്പോൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻപുട്ട് ബാറിൽ ഈ കൺസ്ട്രെയിൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ കൺസ്ട്രെയിൻസ് എല്ലാം കൂടെ ഒരുമിച്ചാണ് നമുക്ക് കമാൻഡ് കൊടുക്കേണ്ടത് അല്ലേ? ആ കമാൻഡിന്റെ മോഡൽ ഇവിടെ നൽകിയിട്ടുണ്ട്. എങ്ങനെയാ ചെയ്യേണ്ടേ? 2x plus y greater than or equal to 6 and ഡബിൾ ആൻഡ് കൊടുക്കുക. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അടുത്ത് x plus 2y greater than or equal to 6 and x plus y less than or equal to 5 and x greater than or equal to 0 and y greater than or equal to 0. ഈ കമാൻഡുകളെല്ലാം കമ്പൈൻ ചെയ്ത് ഈ ഇനിക്വാളിറ്റീസ് എല്ലാം കമ്പൈൻ ചെയ്ത ഒരു സൊല്യൂഷൻ ആണ് കാണേണ്ടത്. അത് കമ്പൈൻ ചെയ്യാനാണ് ഈ ഡബിൾ ആൻഡ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇൻപുട്ട് ബാറിൽ ആ കമാൻഡ് ടൈപ്പ് ചെയ്യുക അല്ലെ. എന്തായിരുന്നു ആദ്യത്തത്? 2x plus y. കമാൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും, അത് കാണാതെ ഒന്നും പഠിക്കണ്ട. 2x plus y less greater than or equal to 6 greater than or equal to 6. അടുത്തെന്ത് കൊടുക്കണം? ആൻഡ് എന്ന് പറഞ്ഞ നമ്പർ കീ 7 ആണ്. 7 എന്ന നമ്പർ കീ പ്രസ് ചെയ്താൽ ഷിഫ്റ്റ് അടിച്ചിട്ട് ആൻഡ് വീണ്ടും ആൻഡ്. അടുത്ത ഇനിക്വാളിറ്റി x plus 2y greater than or equal to എന്തായിരുന്നു? 6. വീണ്ടും ആൻഡ് അല്ലെ, അത് പാർട്ട് പോലെ പഠിക്കാം. ആൻഡ് അടുത്ത x plus y less than or equal to 5 വീണ്ടും എന്ത് കൊടുക്കണം? ആൻഡ് അടുത്ത x greater than or equal to 0 അടുത്ത ആൻഡ് അടുത്തെന്താണ്? y greater than or equal to 0. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫീസിബിൾ റീജിയൻ കിട്ടും അല്ലെ. ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ വിച്ച് ഈസ് കോൾഡ് എന്താണ്? ഫീസിബിൾ റീജിയൻ. നമുക്ക് ഈ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് കണ്ടെത്തണം. അതിനുവേണ്ടി ഇവിടെ കോർണർ എന്ന് കൊടുക്കുക. കോർണർ. അപ്പോൾ ആദ്യത്തെ നമ്പർ ഓഫ് കോർണേഴ്സ് എന്ന് വരും. നമ്പർ ഓഫ് കോർണേഴ്സിന്റെ അവിടെ ഈ എ എന്ന് പറയുന്ന സംഗതിയാണ് കൊടുക്കേണ്ടത്, അല്ലാതെ 3, 4 എന്നല്ല കൊടുക്കേണ്ടത്. സ്മോൾ ലെറ്റർ എ. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള കോർണർ പോയിന്റ്സ് കിട്ടും. നമുക്ക് എല്ലാ കോർണർ പോയിന്റ്സ് ആവശ്യമില്ല. നമുക്ക് എന്ത് മതി? ഈ ഫീസിബിൾ റീജിയനിലുള്ള കോർണർ പോയിന്റ്സ് മതി അല്ലെ. ഫീസിബിൾ റീജിയനിലുള്ള കോർണർ പോയിന്റ്സ് എഴുതാൻ വേണ്ടി അത് മാത്രം കാണാൻ വേണ്ടി ബാക്കിയൊക്കെ ഹൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എടുത്തിട്ട് ജെ ആവശ്യമില്ല, ഐ ആവശ്യമില്ല, എച്ച് ആവശ്യമില്ല,
ദെൻ ജി ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ് ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് പോർഷൻ എ ബി ഇ, ഇത് മൂന്നും മതി അല്ലേ. ബാക്കിയൊക്കെ ഹൈഡ് ചെയ്യാം. എഫ് വേണ്ട, എ ബി ഡി വേണ്ട, പിന്നെ എന്ത് വേണ്ട, സി വേണ്ട, ഇത് മൂന്നും പോരെ. അപ്പോൾ ഹിയർ എ ബി ഇ ഈസ് ദ ഫീസിബിൾ റീജിയൻ, അല്ലെങ്കിൽ എ ബി സി ഈസ് ദ ഫീസിബിൾ റീജിയൻ. എന്താണോ നിങ്ങൾക്ക് കംഫർട്ട് അതനുസരിച്ച് എഴുതാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോർണർ പോയിന്റ് മെത്തേഡ് എന്താണ് സൂചിപ്പിക്കുന്നത്. ഈ ഫീസിബിൾ റീജിയനിലെ കോർണർ പോയിന്റ്സ് ഗീവ്സ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്. അപ്പോൾ നമ്മൾ തിയറി ക്ലാസ്സിൽ ചെയ്തതുപോലെ ഒരു ടാബുലർ കോളം വരച്ചിട്ട് ഈ 3 കോർണർ പോയിന്റ്സിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തുക. ഈ കോർണർ പോയിന്റ്സ് നമുക്കറിയാലോ. എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ് 2 2, ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് 1,4, സി എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന പോയിന്റ് എന്താണ് 4,1. ഓക്കെ, അപ്പൊ നമുക്കിതെങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് എ ബി സി ഈസ് ദ ഫീസിബിൾ റീജിയൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന് എഡിറ്റ് ചെയ്ത് എന്താണ് സി ആണ് 4,1 അല്ലെ, അത് എഡിറ്റ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ഉള്ളതിന് എ ബി ഇ എന്ന് എഴുതിയാലും മതി കേട്ടോ. 4,1 ഇതിനെ ഞാൻ എഡിറ്റ് ചെയ്ത് എന്താക്കുന്നു, സി എന്നാക്കുന്നു. പ്രശ്നങ്ങളില്ലേ, റീനെയിം കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ എന്ത് കൊടുക്കണം, റീനെയിം കൊടുത്ത് എന്ത് കൊടുക്കുക, ക്യാപിറ്റൽ സി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നൗ എന്താണ് എ ബി സി ഈസ് ദ ഫീസിബിൾ റീജിയൻ. അപ്പൊ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് എ ബി സി ഈസ് ദ ഫീസിബിൾ റീജിയൻ. ഇനി കോർണർ പോയിന്റ്സ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു 2 2, ബി എന്തായിരുന്നു 1 4, സി എന്തായിരുന്നു 4 1. ഇനി ഓരോ പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇസഡ് എന്ന് പറയുന്നത് എന്താണ് 2x - y. സോ 2x - y ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആദ്യം 2 2, എക്സിന് 2 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക, 4 - 2, ആൻസർ എന്താണ് 2. അടുത്ത ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എക്സിന് 1 കൊടുക്കുക, വൈക്ക് 4 കൊടുക്കുക. എക്സിന് 1 കൊടുത്താൽ 2 മൈനസ് വൈക്ക് 4, 2 - 4 എന്ത് കിട്ടി, -2. സി എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എക്സിന് 4 കൊടുത്താൽ 8 - 1 എന്ത് കിട്ടി, 7. ഈ കിട്ടിയതിൽ മാക്സിമം വാല്യൂ എന്താണ്, 7 അറ്റ് ഏത് പോയിന്റ് ആണ് 4,1. ഇത്രയും എഴുതിയാൽ കിട്ടി, മാർക്ക് 4. ഇതിലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്വപ്നങ്ങളിൽ മാത്രം, ശരിയല്ലേ. വളരെ ഈസി ആയിട്ട് എ എന്ന കോർഡിനേറ്റ് എഴുതുക, ബി എന്ന കോർഡിനേറ്റ് എഴുതുക, സി എന്ന കോർഡിനേറ്റ് എഴുതുക. ഓരോ കോർഡിനേറ്റിലും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തുക. ഏതാണോ മാക്സിമം അതാണ് മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ, ഏതാണോ മിനിമം വാല്യൂ അതാണ് മിനിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. ഇതിന് 4 മാർക്കാണ്. നിങ്ങൾ ആലോചിക്കുക എന്ത് സിമ്പിൾ ആണെന്നുള്ളത്. ഇനി സപ്പോസ് നമുക്ക് പരീക്ഷയ്ക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് ഹാർഡ് കോപ്പിയാണ് തരുന്നതെങ്കിൽ ഇതുപോലെ കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഇപ്പോൾ ഓൺലൈൻ എക്സാം എന്നൊക്കെ പറയുന്നുണ്ട്, ഇതുവരെ തീരുമാനമായില്ല. ഓൺലൈൻ എക്സാം ആണെങ്കിലുള്ള നേട്ടം ഇവിടെ വരുന്ന ഈ കമാൻഡ് മൊത്തം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, പകരം എന്താണ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ ഒന്ന് സൂചിപ്പിക്കാം. മറ്റൊരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് വ്യൂ ആക്കുക. എന്നിട്ട് നമുക്ക് ആ കമാൻഡ് എന്ത് ചെയ്യാം, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇൻപുട്ട് ബാറിൽ കൊടുക്കാം. അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് ഇവിടെ കർസർ കൊണ്ട് വെച്ചിട്ട് Ctrl+V പ്രസ് ചെയ്യുക. എന്താണ് Ctrl+V പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നേരത്തെ പോലെ കോമൺ റീജിയൻ ഫീസിബിൾ റീജിയൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫീസിബിൾ റീജിയന് എത്ര പോയിന്റ് ഉണ്ട്, എ ബി സി 3 പോയിന്റ് അല്ലേ. ഈ കോർണർ പോയിന്റ്സ് കണ്ടെത്താൻ നമ്മൾ കമാൻഡ് കൊടുക്കുന്നതിനായിട്ട് ഈസിയാണ് കേട്ടോ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഹാർഡ് കോപ്പി ആണെങ്കിൽ അത് പറ്റത്തില്ല, സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കോർണർ എന്ന് കൊടുക്കുക. ദെൻ ആദ്യത്തെ നമ്പർ ഓഫ് കോർണറിന്റെ പ്ലേസിൽ എന്താണ് കൊടുക്കേണ്ടത്, ഇവിടെയുള്ള ഇതിന്റെ നെയിമാണ് എന്താണ്, സ്മോൾ ലെറ്റർ എ. എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കോർണർ പോയിന്റ് തെറ്റായി വന്നു, കാരണം ഇവിടെ സ്മോൾ ലെറ്റർ എ, ഇവിടെ ക്യാപിറ്റൽ എ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് സോഫ്റ്റ്വെയർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സ്മോൾ ലെറ്റർ എ എന്റർ കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്തു, കോർണർ പോയിന്റ്സ് കിട്ടി. നമുക്ക് ഈ 3 പോയിന്റ് മാത്രം മതി, ബാക്കി നമുക്ക് ഹൈഡ് ചെയ്യാം. ബി ഉണ്ട്, പിന്നെ എന്താണ് ഇവിടെ എന്തായിരുന്നു, ഇത് എന്താണ് ഇ ആണ്, അടുത്തെന്താണ് ഇത് എ അല്ലെ. എ ബി ഇ മതി, ബാക്കിയൊക്കെ ഹൈഡ് ചെയ്യാം. ജെ ഹൈഡ് ചെയ്യാം, ഐ ഹൈഡ് ചെയ്യാം, എച്ച് ഹൈഡ് ചെയ്യാം, ജി ഹൈഡ് ചെയ്യാം, അടുത്ത് എഫ് ഹൈഡ് ചെയ്യാം, അടുത്ത് ഡി ഹൈഡ് ചെയ്യാം, അടുത്ത് സി ഹൈഡ് ചെയ്യാം.
ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? എ എന്ന് പറയുന്ന ഒരു കോർണർ പോയിന്റ് 0,3, ബി എന്ന് പറയുന്നത് 7,1, ഇ എന്ന് പറയുന്നത് മറ്റൊരു കോർണർ പോയിന്റ് എന്താണ് 2,6. എന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുക? ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെ രേഖപ്പെടുത്തും? എ ബി സി ആണെങ്കിൽ എ ബി സി, എ ബി ഇ ആണെങ്കിൽ എ ബി ഈസ് ദ ഫീസിബിൾ റീജിയൻ. എന്നിട്ട് 3 കോർണർ പോയിന്റ് എഴുതുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 2x - 3y, 2x - 3y. അപ്പൊ ആദ്യത്തെ പോയിന്റ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 0,3. ശരിയാണോ? എ എന്ന് പറയുന്നത് 0,3 അല്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? 0,3. വെരി വെരി കറക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് 0, വൈക്ക് എന്ത് കൊടുക്കുക? 3. അപ്പൊ -9 എന്ന് കിട്ടും. സിമിലർലി രണ്ടാമത്തെ പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കാണാൻ എക്സിന് 7, വൈക്ക് 1 കൊടുക്കുമ്പോൾ 11 കിട്ടി. ഇത് കിട്ടി. മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്താണ്? 11. മിനിമം ആണ് ചോദിക്കണമെങ്കിൽ ആൻസർ എന്ത് എഴുതുക? -14 കിട്ടി. മാർക്ക് 4. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കൺസിഡർ ഓൺലി വൺ ഓഫ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഹാവിംഗ് ടിക്ക് മാർക്ക്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? z = 3x + y. ഇത് മാക്സിമം വാല്യൂ ആണോ മിനിമം വാല്യൂ ആണോ കണ്ടെത്തേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് മനസ്സിലാവും. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് x > or = 3, x + y > or = 5, x + 2y > or = 6, y > or 0. ഇൻപുട്ട് കമാൻഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ടൈപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാം. ആദ്യം കൺസ്ട്രക്ട് ദ ഫീസിബിൾ റീജിയൻ. ആദ്യം അത് നമുക്ക് ചെയ്യാം. അപ്പൊ എളുപ്പ വഴി ഇപ്പൊ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. നിങ്ങൾ എക്സാമിനേഷൻ ഹാർഡ് കോപ്പി ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഒരുപാട് വിൻഡോ ഒക്കെ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡ് വ്യൂ ആക്കുക, അതൊക്കെ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ കർസർ കൊണ്ട് വെക്കുക. കൺട്രോൾ വി കൊടുക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീജിയൻ കിട്ടും. ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ അതാണ് ഫീസിബിൾ റീജിയൻ അല്ലെ? ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ ഫീസിബിൾ റീജിയൻ. ഇവിടത്തെ ഫീസിബിൾ റീജിയന്റെ പ്രശ്നം എന്താണ്? ഹിയർ ഫീസിബിൾ റീജിയൻ ഈസ് നോട്ട് ബൗണ്ടഡ്. നേരത്തെ ഒരു ക്ലോസ്ഡ് പോർഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്? ഫീസിബിൾ റീജിയൻ ഈസ് അൺബൗണ്ടഡ്. അതാണ് ഇവിടത്തെ കേസ്. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ മാക്സിമം മിനിമം നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. അതിന് മറ്റൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കാണാൻ വേണ്ടി ആദ്യം കൺസ്ട്രക്ട് ദ ഫീസിബിൾ റീജിയൻ. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്രിയേറ്റ് എ സ്ലൈഡർ സി വിത്ത് മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 100. ക്രിയേറ്റ് എ സ്ലൈഡർ സി വിത്ത് മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ. അതിന് മുന്നേ നമുക്ക് നേരത്തെ ചെയ്ത പോലെ കോർണർ പോയിന്റ്സ് കൂടെ ഒന്ന് കണ്ടെത്തി വെക്കാം. കോർണർ അതുകൂടെ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ചെയ്യാം. കോർണർ പോയിന്റ്സ് എന്താണ്? എ അല്ലെ? എന്റർ കൊടുക്കുക. അപ്പോൾ കോർണർ പോയിന്റ്സ് വന്നു. നമുക്ക് ഇവിടെ എന്താണ്? ഉള്ള പോയിന്റ് മാത്രം മതി. എഫ് വേണ്ട, ഹൈഡ് ചെയ്യാം. പിന്നെ എന്താണ്? ഇ വേണ്ട, ഹൈഡ് ചെയ്യാം. ഡി വേണ്ട, ഹൈഡ് ചെയ്യാം. അടുത്ത് സി വേണ്ട, ഹൈഡ് ചെയ്യാം. അടുത്ത് എ ഒരു പോയിന്റ് ആണ് അല്ലേ? കറക്റ്റ് ആണ്. അടുത്ത ഈ പോയിന്റ് നമുക്ക് വേണം. എക്സ് വാല്യൂ 4 ആകുന്ന വാല്യൂ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഡി ആണ് തോന്നുന്നു അല്ലേ? ഡി വേണം. അടുത്ത് പിന്നെ വരുന്ന ഏതാണ്? നമ്മുടെ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് എ ഉണ്ട്, ഡി ഉണ്ട്. പിന്നെ എന്താണ്? ഈ പോയിന്റ് 6 വരുന്ന പോയിന്റ്. ഇതിൽ 6 വരുന്ന ആരാണ്? എഫ്. സോ എ ഡി എഫ് ആർ ദ കോർണർ പോയിന്റ്സ്. ഫീസിബിൾ റീജിയൻ എന്താണ്? അൺബൗണ്ടഡ്. അത് നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. ഹിയർ ഫീസിബിൾ റീജിയൻ ഈസ് അൺബൗണ്ടഡ്. കോർണർ പോയിന്റ്സ് ആർ എ 3,2, ഡി 4,1, എഫ് 6,0. ഇത്രയും നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റ് രേഖപ്പെടുത്തുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 100. സ്ലൈഡറിന്റെ നെയിം എന്താണ്? സി എന്നാണ് കേട്ടോ. അപ്പോൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് എ സ്ലൈഡർ. സ്ലൈഡർ ടൂള് നിങ്ങൾക്ക് അറിയാലോ. സ്ലൈഡർ എടുത്തു, സെലക്ട് ചെയ്തു, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തു. സ്ലൈഡറിന്റെ പേര് ഇവിടെ ബി എന്നാണ് ഇരിക്കുന്നത്, അത് സി എന്ന് മാറ്റണം. മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ എത്രയാണ്? 100. മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ എന്താണ്? 100. ഇൻക്രിമെന്റ് 1 എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തു. ആ ടൂൾ ഇനാക്റ്റീവ് ആക്കാൻ മൂവ് പ്രസ് ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്രിയേറ്റ് സ്ലൈഡർ ചെയ്തു. മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 100 ആൻഡ് ഇൻക്രിമെന്റ് 1. അടുത്ത ഡ്രോ ദ ലൈൻ
3x plus y equal to c. ഈ 3x plus y ആരാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ആണ് നമ്മൾ c എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡർ വാല്യൂ എന്താണ് നൽകുന്നത്? എക്സിന്റെയും വൈയുടെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സിയുടെ വാല്യൂ മാറും. വിച്ച് ഈസ് ദ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈക്വൽ ടു c എന്ന് കൊടുക്കുക. 3x plus y ഈക്വൽ ടു എന്താണ്? c. അതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിന്റെ ഗ്രാഫ് ആയിട്ട് കിട്ടുന്നത്. അത് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 3x plus y ഈക്വൽ ടു സ്മോൾ ലെറ്റർ c. എൻ്റർ ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. വേണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ കളറൊക്കെ മാറ്റാൻ, നല്ല ഡാർക്കൻ കളറാക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് കൊടുത്ത് കളറിന്റെ അവിടെ റെഡ് കളറൊക്കെ കൊടുക്കാം. എടുത്ത് നിൽക്കാൻ വേണ്ടി അല്ലേ, നമ്മുടെ മണ്ടാരോ പറഞ്ഞ് എറിച്ച് നിൽക്കാൻ വേണ്ടി റെഡ് കളർ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് സ്ലൈഡർ വാല്യൂ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. സ്ലൈഡർ വാല്യൂ മൂവ് ചെയ്യിപ്പിച്ച് നമ്മുടെ ആദ്യത്തെ കോർണർ പോയിന്റിൽ എത്തിച്ചു. എയിൽ എത്തിച്ചപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 11. അതായത് എ എന്ന് പറയുന്ന കോർണർ പോയിന്റിൽ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് 11. നേരത്തെ ടാബുലർ കോളൊക്കെ വരച്ച് ഇവിടെ അതിന്റെ ആവശ്യമില്ല. അടുത്ത് ഡിയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ? 13. അടുത്ത് എഫിലേക്ക് എത്തുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 18. വീണ്ടും ഈ ഫീസിബിൾ റീജിയനിൽ വരുന്നതെല്ലാം നമ്മുടെ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ആണ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നത് 22. ആ ഫീസിബിൾ റീജിയൻ കൂടെ നമ്മൾ ലൈൻ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ഇതിനൊരു അന്തവും കുന്തവും ഇല്ല എന്ന് നാടൻ ഭാഷയെ പറയാം അല്ലെ. ഇതിങ്ങനെ കൂടി പോകുന്നു. അപ്പോൾ മാക്സിമം വാല്യൂ എത്രയെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. Therefore no maximum value. There is no maximum value. അപ്പോൾ മിനിമം വാല്യൂ എന്താണ്? മാക്സിമം വാല്യൂ ഇല്ല ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മനസ്സിലായി. വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഇതിങ്ങനെ കുറഞ്ഞ് എഫിൽ കുറഞ്ഞു, ഡിയിൽ കുറഞ്ഞ് അടുത്ത എയിൽ എത്തിയപ്പോൾ എത്രയാണ്? 11. അടുത്ത് കുറയുമ്പോൾ ഫീസിബിൾ റീജിയനിൽ നിന്ന് ആ ലൈൻ എന്തായി? ഔട്ടായി. ഫീസിബിൾ റീജിയനിലുള്ള ഏറ്റവും മിനിമം വാല്യൂ എക്സിസ്റ്റ് അറ്റ് ദ പോയിന്റ് എ. സോ മിനിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് എന്താണ്? 11 അല്ലെ. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ മിനിമം വാല്യൂ എന്താണ്? 11 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? മിനിമം വാല്യൂ ഈസ് എന്താണ്? 11. മാക്സിമം വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് എന്ന് ആദ്യമേ എഴുതുക. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു 3x മൈനസ് y സബ്ജക്ട് ടു ദ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് മാക്സിമം ആണോ മിനിമം ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കമാൻഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, ദെൻ എന്താണ് ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തു. ഇൻപുട്ട് ബാറിൽ കർസർ കൊണ്ടുവച്ചു. ദെൻ കൺട്രോൾ V കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫീസിബിൾ റീജിയൻ ഷെയ്ഡഡ് പോർഷൻ ആയിട്ട് കിട്ടി. അപ്പോൾ എന്താണ് ഇവിടെ നോക്കുമ്പോൾ ഇത് അൺബൗണ്ടഡ് ആണോ എന്നൊരു സംശയം വരും. നമ്മൾ എത്ര ഇതിനെ അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് ഉറപ്പാകും എന്താണ് ഇത് അൺബൗണ്ടഡ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. റീജിയൻ എന്താണ്? മേലോട്ട് അൺബൗണ്ടഡ് ആണ്. അപ്പൊ ഇവിടുത്തെ കോർണർ പോയിന്റ്സ് നിങ്ങൾക്കറിയാം. ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ് അല്ലെ. അപ്പൊ അത് കണ്ടെത്തുന്നതിന് വേണ്ടി കോർണർ എ എന്ന് കൊടുക്കുക. കോർണർ, നമ്പർ ഓഫ് കോർണറിന്റെ അവിടെ ഇവിടെ വരുന്ന നെയിം ആണ്. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, അത്രേ ഉള്ളൂ. എന്തൊക്കെ കൊടുത്തു? ഒരുപാട് പോയിന്റ് കിട്ടി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി അല്ലെ. ബാക്കിയൊക്കെ ഹൈഡ് ചെയ്യാം. ജെ ഹൈഡ് ചെയ്യാം, ഐ വേണ്ട എന്നാണ് വിശ്വാസം, എച്ച് വേണ്ട, അടുത്ത് ജി വേണ്ട, അടുത്ത് എഫും വേണ്ട, അടുത്ത് ഇ വേണം, ബി വേണം, ബി വേണ്ട അല്ലെ. അടുത്തിന് എന്താണ്? ഡി ഉണ്ട് അല്ലെ, ഡിയും വേണ്ട. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കിട്ടിക്കഴിഞ്ഞു. ഒരു കോർണർ പോയിന്റ് സി ആണ്, മറ്റേ കോർണർ പോയിന്റ് എ ആണ്, മറ്റേ കോർണർ പോയിന്റ് എന്താണ്? ഇ ആണ്. സോ ഫീസിബിൾ റീജിയൻ ഈസ് അൺബൗണ്ടഡ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ സെലക്ട് ചെയ്തു, സ്ലൈഡർ ക്ലിക്ക് ചെയ്തു. നമ്പർ നെയിം എന്തായിരുന്നു? സി, നേരത്തെ ചെയ്തതുപോലെ. മിനിമം വാല്യൂ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. -10 എന്ന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം വാല്യൂ +100. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇൻക്രിമെന്റ് എന്താണ്? 1 എന്ന് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുമ്പോൾ ആ കഥ കഴിയും. അപ്പൊ സ്ലൈഡർ അടുത്ത് ഇനാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി മൂവ് കൊടുത്ത് അത് ക്ലിയർ ചെയ്തു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്?
ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. അതെങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? 3x - y = c എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ എന്താണ്? അടുത്തൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അത് കമാൻഡ് എന്താണ്? 3x - y = c. ഇവിടെ 3x - y സ്മോൾ ലെറ്റർ c എന്ന് കൊടുക്കുക. എന്റർ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലൈൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് പുതിയ ലൈൻ അല്ലേ. അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ലൈൻ അല്ല, കണ്ടോ, പെട്ടെന്ന് ഈ ലൈനാണെന്ന് തോന്നി. ലൈൻ ആരാണ്? ഇതാണ് നമ്മുടെ ലൈൻ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ കളർ ഒന്ന് മാറ്റി കൊടുക്കാം അല്ലേ. കളർ മാറ്റി കൊടുക്കാൻ ആ ലൈനിൽ വെച്ച് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കളർ അല്ലേ. നമുക്കടുത്ത് ഏത് കൊടുക്കാം? ഗ്രീൻ കളർ കൊടുക്കാം അല്ലേ. അതൊരു എടുപ്പില്ല അല്ലേ. എടുപ്പുള്ള കളർ എനിക്ക് തോന്നുന്നത് റെഡ് തന്നെയാണ്. ഓക്കെ, റെഡ് മതി. ഇഷ്ടമുള്ള കളർ നിങ്ങൾ കൊടുത്തോളൂ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ സ്ലൈഡർ വാല്യൂ ഇങ്ങേറ്റത്ത് കൊണ്ടുവന്നു. നമ്മൾ ഇതിനെങ്ങനെ മൂവ് ചെയ്യിപ്പിക്കണം അല്ലേ. നമ്മുടെ ആദ്യത്തെ കോർണർ പോയിന്റ് സിയിൽ എത്തിയപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? -5. അടുത്ത് വീണ്ടും എന്താണ്? -4 എന്താണ്? -3 -2 കൂടി വരാണ്. എയിൽ എത്തിയപ്പോൾ എന്ത് കിട്ടി? എയിൽ എത്തിയപ്പോൾ 2 എന്ന് കിട്ടി. വീണ്ടും ഇങ്ങനെ പോയി അടുത്ത് ഇ എത്തിയപ്പോൾ എത്തിയോ? ഇ എന്ന് പറയുന്ന കോർണർ പോയിന്റിൽ ആ ലൈൻ എത്തിയപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 5. അടുത്ത് വരുമ്പോൾ എന്താണ്? പിന്നെ എന്താണ്? കൂടി വരുന്നു. പക്ഷേ അതെന്താണ്? ഔട്ട്സൈഡ് ദ ഫീസിബിൾ റീജിയൻ. ഇൻസൈഡ് ദ ഫീസിബിൾ റീജിയനിലെ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 5. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞല്ലേ വരുന്നേ. അപ്പൊ ഇൻസൈഡ് ദ ഫീസിബിൾ റീജിയൻ ഇങ്ങേറ്റത്തെ കോർണർ പോയിന്റ് ഇ ആണ്. ആ ഇയിൽ 5 ആണോ 6 ആണോ എന്നുള്ളതാണ് അല്ലേ. 5 ആണ് എക്സാക്ട് വാല്യൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 5. അപ്പൊ നമുക്കിവിടെ എന്തുണ്ട്? മാക്സിമം ഉണ്ട്. എന്തുണ്ട്? മാക്സിമം ഉണ്ട്. മിനിമം വാല്യൂ നോക്കടാ. ഇങ്ങനെ കുറഞ്ഞ് സിയിൽ എത്തിയപ്പോൾ കുറഞ്ഞ് -4. പക്ഷേ ഇൻസൈഡ് ദ ഫീസിബിൾ റീജിയനിൽ ആ ലൈൻ നിൽക്കുമ്പോൾ വാല്യൂ വീണ്ടും കുറഞ്ഞു പോകുന്നു. -7 -8 അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പൊ മിനിമം വാല്യൂ കണ്ടെത്താൻ സാധിക്കത്തില്ല. മിനിമം വാല്യൂ ഡസന്റ് എക്സിസ്റ്റ്. എന്താണ് എഴുതേണ്ടത്? മിനിമം വാല്യൂ ഡസന്റ് എക്സിസ്റ്റ്. മാക്സിമം വാല്യൂ എന്താണ്? 5 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കും. ആദ്യത്തെ ടൈപ്പ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുക. ഈ വർഷവും അങ്ങനെ തന്നെയായിരിക്കും. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കുട്ടികൾക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ഇയറിലെ ഒരു ലാബാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. മസ്റ്റായിട്ട് പഠിക്കുക, സ്കോർ ചെയ്യുക. 8 മാർക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.